എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. ഇങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സരു തന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം മനോഹരനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മനോഹരനോട് പറഞ്ഞു, അതെ എനിക്ക് മനുവേണ്ട പുറത്തൊന്ന് വെച്ചൊന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാം. ഇത് കേട്ടതും മനോഹർ പറഞ്ഞു, സരു നീ വിഷമിക്കണ്ട, നിന്റെ വിഷമം എന്താന്ന് പറ, നിന്റെ മനസ്സിലുള്ള എന്ത് വേദനയ്ക്കും ഞാൻ പരിഹാരം ഉണ്ടാക്കും. ഈ മനോഹർ ജീവിച്ചിരിക്കുന്ന പോലും അതിനു വേണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സരു പറഞ്ഞു, എനിക്കത് മതി മനുവേണ്ട, എനിക്ക് ഈ വാക്ക് മാത്രം മതി, എനിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് എനിക്ക് ഉറപ്പുണ്ട് മനുവേടൻ എന്നോടൊപ്പം ഏതവസ്ഥയിലും നിൽക്കുമെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ സമയത്തും പിടിച്ചു നിൽക്കില്ലായിരുന്നു. മനുവേടനും കുഞ്ഞും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ജീവിച്ചിരിക്കുന്ന പോലും, ഇല്ലെങ്കിൽ ഇപ്പൊ പണ്ടേ ഞാൻ മരിച്ചേണെന്ന് പറയാം. ഇത് കേട്ടോ മനോഹർ ഞെട്ടി. ഇവളെന്താ ഉദ്ദേശിക്കുന്നത്, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോ രാഹുലിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ, അതാണോ അതും അറിയത്തില്ല. ഇവളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യം കിടന്ന് വെമ്പുന്നുണ്ട്. ഇവളെ എങ്ങനെയൊരു സോപ്പിട്ടൊന്ന് നിൽക്കണം, ഇവളുടെ മനസ്സിലുള്ള രഹസ്യം അടിച്ചു മാറ്റണം. പിന്നീട് മനോഹരോട് ഒരു കാര്യം ചെയ്യാം, വൈകിട്ടാട്ടെ നമുക്ക് പുറത്തു പോകാന്നൊക്കെ പറയണം. ആ സമയത്ത് പ്രകാശനും ഭാനുമതിയമ്മേ അവരെല്ലാം അങ്ങനെ മണ്ഡപത്തിലേക്ക് വരുവാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടെ വന്നിറങ്ങണേ. കാരണം വലിയ കല്യാണമെല്ലാം നടക്കാനായിട്ട് പോകുന്നേ, അത് കാത്തിരുന്ന് ഒരു തവണ ഒന്ന് ഉഴപ്പിപ്പോയി, രണ്ടാം തവണ വീണ്ടും അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ പ്രകാശം വലിയ ഗമയിൽ അങ്ങോട്ട് വന്ന് ഇറങ്ങുന്ന സമയത്ത് ബാലനും രാജപ്പണ്ണനും ഒക്കെ അങ്ങോട്ട് വേറെ കാരണം ഒന്നും കൂടെ ഇറങ്ങുവാണ്. ഈ സമയം രാജപ്പണ്ണനോട് പ്രകാശം ചോദിച്ചു, എങ്ങനെയുണ്ട് രാജപ്പൻ, ഇവിടുത്തെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. മുമ്പ് നിശ്ചയിച്ച ആ കല്യാണത്തിനേക്കാളും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് പറയണം. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനേക്കാളും ഒന്നുകൂടെ ഗംഭീരമായിട്ട് വേണം ഈ തവണ ഓഡിറ്റോറിയൊക്കെ ഒരുക്കാനായിട്ട്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ കുറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം. ഇത് കേട്ടതും രാജപ്പണ്ണൻ പറഞ്ഞു, അത് ശരിയാ, എന്തായാലും 10 ആൾ അറിഞ്ഞിരിക്കണമല്ലോ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയാ. പ്രകാശം പറഞ്ഞു, അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്, കുറെ ആൾക്കാർ അറിയണം ഞാനും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം, അത് മാത്രമല്ല ലക്ഷ്മിനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടണമെന്ന് പറയണം. ഇത് കേട്ടതും ബാലണ്ണൻ മനസ്സിൽ പറഞ്ഞു, മിക്കവാറും ഒന്നും ഞെട്ടും, അത് ലക്ഷ്മിയല്ല ഞെട്ടാൻ പോകുന്നത്, പ്രകാശനായിരിക്കും എന്ന് മനസ്സിൽ പറയാണ്. ആ സമയത്ത് വിക്രം അങ്ങോട്ട് വന്നു, അല്ല അച്ഛൻ ഇവിടെ നിൽക്കുവാണോന്ന് ചോദിക്കാം. വാ നമുക്ക് അകത്തേക്ക് പോകാന്ന് പറയണം. അപ്പോഴേക്കും കാർത്തി അങ്ങോട്ട് ഓടി ഇറങ്ങി വരുവാണ്. വാ അച്ഛാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ഈ സമയത്ത് കാർത്തികയുടെ ബന്ധുക്കാരാന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അവരെയൊക്കെ കല്യാണിയൊക്കെ സെറ്റ് ചെയ്തതായിരുന്നു. അങ്ങനെ അവര് കാർത്തികയുടെ ബന്ധുക്കാരാന്നും പറഞ്ഞ് വന്നിട്ട് പ്രകാശനെ അങ്ങനെ കല്യാണ ചെറുക്കനെ ആനയിച്ചുകൊണ്ട് പോകുന്ന പോലെ അങ്ങോട്ട് കൊണ്ടുപോയി ഇരുത്തുവാണ്. ഈ സമയം പ്രകാശം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ ഇരിക്കുക. അപ്പം മണ്ഡപത്തിലേക്ക് കയറാനുള്ള സമയമായില്ല, കുറച്ച് സമയം കൂടെ ഉണ്ട് ഇനി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സമയാകുമ്പത്തിനും കയറിയാൽ മതി. അപ്പോഴേക്കും പ്രകാശം ചുറ്റും ഒന്ന് നോക്കി, കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. തന്റെ ആദ്യ ഭാര്യയും മോളും ഒക്കെ ഇതൊന്ന് വന്ന് കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. കല്യാണിയും കിരണമൊക്കെ അവിടെ നിൽക്കുന്നതാണ്. കൊള്ളാം, അവരെല്ലാം വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ അവര് വരേണ്ടതാണ്, ഈ കാഴ്ചകളൊക്കെ കണ്ടാണ്. അല്ലെങ്കിലും തനിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടുന്ന കാണാനായിട്ട് അവരിവിടെ വേണം, അതുകൊണ്ടാണല്ലോ അവരെ ക്ഷണിക്കുക തന്നെ ചെയ്തത്. അപ്പോഴേക്കും ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എടാ പ്രകാശ, എല്ലാരും വന്നിട്ടുണ്ടെന്ന് തോന്നല്ലോ, അതിനെന്തിനാ അമ്മേ, വരുന്നവരൊക്കെ വരട്ടേന്ന് ചോദിക്കുകയാണ്. അല്ലടാ, മറ്റേ ആ നശിച്ച വിത്തുകൾ വന്നിട്ടുണ്ടോന്ന് ചോദിക്കേ. അതാരാ? അല്ല ആ പെണ്ണുണ്ടല്ലോ, ആ പാറു എന്ന് പറയുന്ന അവളൊക്കെ വന്നിട്ടുണ്ടോന്ന് ചോദിക്കാം. ഞാനും കണ്ടില്ലെന്ന് പറയാ. ദേ അവളും ആ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത അവനും കൂടെ വന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെ ഒപ്പിക്കുമെന്ന് അറിയത്തില്ല. മുമ്പറിയാലോ രതീഷ് ആണെങ്കിൽ വെച്ച് ഉടക്കി നടന്ന സമയത്ത് രതീഷിന്റെ പുറവ് പൊള്ളിച്ചതാ, അത് രണ്ടും കൂടിയിട്ട്, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്തൊക്കെ സംഭവിക്കുന്ന, ചിലപ്പം നിനക്കിട്ട് വല്ല പണിയും കൂടെ തരുമെന്ന് പറയണം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. പ്രകാശൻ ആരാന്ന് അവറ്റകൾക്ക് ശരിക്കും അറിയത്തില്ല എന്ന് പറയണം. ഭാനുമതി മുത്തശ്ശി ഒരു നോക്കിയും കണ്ടു ഇരിക്കണം കേട്ടോ. ഇനി ആ കിരണം കല്യാണിയൊക്കെ എന്ത് പണിയാ നമുക്കിട്ട് വെച്ചേക്കെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം. അത് ശരിയാ, പക്ഷെ അവരെന്ത് പണിയൊക്കെ വെച്ചാലും ഒന്നും നടക്കാനൊന്നും പോകുന്നില്ലമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ആ സമയം ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് അങ്ങോട്ട് ദീപം പോയിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയ തന്ത്രമായിരുന്നു കല്യാണിയുടെ എല്ലാവരുടെയും കൂടി ചേർന്നിട്ട്. കാരണം ദീപനെ ഒരു മണവാട്ടിപ്പണ്ണായിട്ട് ഒരുക്കണം. അങ്ങനെ പ്രകാശനിട്ട് ഒരു പടി കൊടുക്കാൻ തന്നെയായിരുന്നു തീരുമാനിച്ചു വെച്ചിരുന്നത്. പ്രകാശൻ അന്തം പറഞ്ഞം, കാരണം പ്രകാശ സ്വപ്നത്തിൽ പോലും നടക്കാത്ത കളികളാണ് അവിടെ നടക്കുന്നത്. രണ്ടുപേരും കല്യാണപ്പെണ്ണുങ്ങളായിട്ട് അങ്ങനെ ഒരുക്കുകയാണ്, ഒന്ന് ലക്ഷ്മിനെ ഒന്ന് ദീപേനെ. പ്രകാശൻ എന്താണെങ്കിലും ഇന്നത്തോടു കൂടി പ്രകാശന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്ന കാർത്തേക്കും കല്യാണിക്കൊക്കെ മനസ്സിലായി. ഇതൊക്കെ കല്യാണിയുടെ ഒരു ഐഡിയ ആയിരുന്നു, ദീപേനെ കല്യാണപ്പെണ്ണായിട്ട് ഒരുക്കാന്നുള്ളത്. പിന്നീട് കല്യാണി കിരണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും കിരൺ പറഞ്ഞേ,
വന്നിരിക്കുന്നുണ്ട് എന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഇരിക്കട്ടെ അവിടെ, എത്ര സമയം ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും, അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ അറിയില്ലെന്ന് ചോദിക്കുകയാണ്. ഈ സമയം പ്രകാശം ഭാനുമുത്തശ്ശി പറഞ്ഞു, അതെ ഇനി സമയമുണ്ടല്ലോ, ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞ് നേരെ കിരണിന്റെ കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എങ്ങനെയുണ്ടാ ഈ സെറ്റപ്പ് ഒക്കെ, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, പിന്നെ കൊള്ളാം, നല്ല സെറ്റപ്പാന്ന് പറയണം. ഇതേ കല്യാണമൊക്കെ കൂടി സദ്യ ഉണ്ട്, പകുതി മീശ എടുത്തിട്ട് വേണം നീ പാരെന്ന് പറയാം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അത് ഉറപ്പായിട്ടും ഉണ്ടാവും പറയാം. കല്യാണം നടന്നില്ലല്ലോ, ഇനി സമയമുണ്ടല്ലോ, സമയം ആവട്ടെ എന്ന് പറയണം. അടാ ഇനി ഇപ്പൊ അധികം സമയമൊന്നുമില്ല മുഹൂർത്തത്തിന്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനി പെണ്ണ് വന്ന് ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയാ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, അതെ നമുക്ക് നോക്കാം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ പോരെ. ദേ നീയൊക്കെ എന്ത് തന്ത്രം ഇറക്കിയാലും ഇന്ന് കല്യാണം നടക്കും. ദേ കാർത്തിമോളുടെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താലി കിട്ടൂടാ, അല്ല നീ നോക്കിയെന്നു ആ മംഗള മുഹൂർത്തത്തിന് നീ സാക്ഷി അയക്കോ. അല്ല എന്തേ പറ്റി എടി കല്യാണി, നിന്റെ അമ്മ വന്നിട്ടില്ലെന്ന് ചോദിക്കണം. ഇത് കേട്ടതും കല്യാണം പറഞ്ഞു, സമയമാകുമ്പോ അമ്മ എത്തിക്കോളൂ എന്ന് പറയാം. ഓ സമയമാകുമ്പോഴേ എത്തുള്ളൂ, ഇച്ചിരി നേരത്തെ വരായിരുന്നോ, അവൾക്ക് ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണാൻ വരാനും ചോദിക്കും. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, ഇതിന് മാത്രം വലിയ സെറ്റപ്പുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇല്ലേ, ഇതൊന്നും കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലെന്ന് ചോദിക്കണം. അപ്പോഴേക്കും അങ്ങോട്ട് വിക്രം വന്നു. ആഹാ എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ, സദ്യ കഴിച്ചിട്ട് പോകാളെന്ന് പറയാം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, സദ്യയും കഴിച്ച എല്ലാം ഇവിടുത്തെ ചട്ടിയും കൂടെ പഠിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അല്ലേലും എനിക്കറിയായിരുന്നു നീയൊക്കെ വരൂന്ന്. കല്യാണം പറഞ്ഞു, അതെന്താടാ ഞങ്ങളെ ക്ഷണിച്ചിട്ട് തന്നെയല്ലേ വന്നേന്ന് ചോദിക്കണം. അയ്യോ അതേ, നീയൊക്കെ ഈ മംഗള മുഹൂർത്തം ഒന്ന് കാണണം, അതിന് വേണ്ടിയിട്ടാ നിന്നെയൊക്കെ ക്ഷണിച്ചു വരുത്തിയത്. പിന്നെ അവര് വന്നിട്ടില്ലേ, ആ സ്ത്രീ വന്നിട്ടില്ലേന്ന് ചോദിക്കണം. ഏത് സ്ത്രീ? അല്ല അത് പിന്നെ, ഓ നിന്റെ അമ്മേനെ കുറിച്ചായിരിക്കും. നിന്റെ അമ്മ അല്ലല്ലോ അല്ലേ, നീ അവരെ തള്ളിക്കളഞ്ഞല്ലേ. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അവരൊക്കെ വരേണ്ട സമയത്ത് എത്തിക്കൊള്ളൂടാ, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറയണം. ആ സമയം ബാലണ്ണനും രാജപ്പണ്ണനും കൂടെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രാജപ്പണ്ണൻ പറഞ്ഞു, എന്നാലും ഭയങ്കര സെറ്റപ്പാട്ടോ, പ്രകാശൻ ഇത്രയും വലിയൊരു സെറ്റപ്പ് എങ്ങനെ കിട്ടി? ഓ ഇത്രയും കാലമായിട്ട് ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നിനെ ഒന്ന് വളയ്ക്കാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അവന് കിട്ടാൻ പോകുന്ന ലക്ഷങ്ങളായിരിക്കും, സ്വർണം തന്നെ കുറെ കാണുമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാജപ്പണ്ണനോട് ബാലണ്ണം പറഞ്ഞു, അത് മിക്കവാറും കാണും, മിക്കവാറും വല്ല കൊട്ടയം കൊണ്ടുകൊണ്ട് വരുമെന്ന് പറയണം കൊണ്ടുപോകാനായിട്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ചുമന്നോണ്ട് പോകാൻ പ്രകാശനം പറ്റുമോന്ന് അറിയത്തില്ലാത്ത. അതെന്താ ബാല നീ അങ്ങനെ പറഞ്ഞേ? അല്ല അത് പിന്നെ അവര് കൊട്ടക്കണക്കിന് സ്വർണ്ണമായിട്ടായിരിക്കണം വരുന്നേ, 500 പവനൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അത് വല്ല കൊട്ടയ്ക്കകത്തും കൊണ്ടുപോകണല്ലോ. ഇനി ഇതൊക്കെ എടുക്കാൻ പറ്റുമോന്ന് അറിയത്തില്ലാത്ത പ്രകാശനല്ലേ ആള്, അവൻ ഇതൊക്കെ എടുത്തോണ്ട് പോയിക്കോളെന്ന് പറയാം. ഇതേ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എന്റെ പൈസ മേടിച്ചെടുക്കാനായിട്ട്. ഇത് കേട്ടതും ബാലണം മനസ്സിൽ പറഞ്ഞു, കിട്ടിയേ തന്നെ, എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. എന്താ ബല നീ പിറുപിറുക്കുന്നേ? ഏയ് ഒന്നുമില്ല, പൈസയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു പോയതാന്ന് പറയണം. ആ സമയത്ത് സരു ഇങ്ങനെ ആലോചിക്കുക, മനോഹരനോട് സത്യങ്ങൾ തുറന്നു പറയാനിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ പറയണം, മനുവേണ്ണനെ വിളിച്ചോണ്ട് പോയാലോ എന്ന് കരുതിയിട്ട് പിന്നീട് മനോഹരനോട് പറഞ്ഞു, നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് വന്നാലോന്ന് ചോദിക്കാം. അപ്പൊ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചിട്ട് പോവാം, അവര് നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ മനോഹരനെ വിളിച്ചോണ്ട് സരു പുറത്തേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്തെല്ലാം മനോഹരന്റെ നെഞ്ചിലൊരു ടെൻഷനായിരുന്നു, ഇവിടെ എന്താ പറയുന്നതിനെ കുറിച്ച്. അങ്ങനെ അവസാനം പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും സരു പറഞ്ഞു, അതെ മനുവേട്ട എന്റെ മനസ്സ് വലിയൊരു വിഷമമുണ്ടെന്ന് പറയാം, നീ കാര്യം പറ, നീ കുറെ സമയമായാലും ഇത് തന്നെ പറയണമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യം എന്താന്ന് പറ സരു എന്ന് പറയാം. അല്ല അത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, എല്ലാരും നമ്മളെ ചതിക്കുമായിരുന്നു പറയണം. ചതിക്കോ? അതെ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ചതിക്കുമായിരുന്നു പറയാം, നീ കാര്യം പറ, കാര്യം എന്താന്ന് പറയാനും പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരയു പറഞ്ഞു, ഇത്രയും കാലം ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയായിരുന്നു, ഈ പറയുന്ന ശാരി എന്ന് പറയുന്ന അവരുണ്ടല്ലോ, അവരെന്റെ അമ്മയല്ല എന്ന് പറയണേ. ഇത് കേട്ടതും മനോഹരനൊരു ഞെട്ടലുണ്ടായി. അതിപ്പോ ആ സത്യം അറിഞ്ഞുകൊണ്ടൊരു ഞെട്ടലല്ല, ഇവളിത് എങ്ങനെ അറിഞ്ഞെന്നൊരു ഞെട്ടലായിരുന്നു. തന്റെ ഏക പിടിവള്ളി ഇത് മാത്രമായിരുന്നു, പൈസ അടിച്ചു മാറ്റാനായിട്ടുള്ള. അപ്പൊ ആൾ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ, ഇത് എങ്ങനെ അറിഞ്ഞു? പെട്ടെന്ന് മനോഹരൻ ഞെട്ടൽ അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു, സരു നീ എന്തൊക്കെയാ പറയണേ, നിനക്ക് എന്താ സ്ഥലകാലബോധം ഇല്ലേന്ന് ചോദിക്കാം. അല്ല മനുവേട്ട സത്യമായിട്ടുള്ള കാര്യം പറയണേ, ഞാന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ഞാൻ DNA ടെസ്റ്റ് നടത്തി നോക്കിയെന്ന് പറയണം. അച്ഛൻ എന്റേതാ, പക്ഷെ അമ്മ എന്റേതല്ലെന്ന് പറയണം. ഇത് കേട്ടുകഴിയുമ്പോ മനോഹർ പറഞ്ഞു, ദേ നീ വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയണം. ദേ മനുവേട്ടനാണ് സത്യം, നമ്മുടെ കുഞ്ഞാണ് സത്യം, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. ശാരീന സ്ത്രീ എന്റെ അമ്മയല്ലെന്ന് പറയണം. അപ്പൊ പിന്നെ നിന്റെ അമ്മ ആരാന്ന് ചോദിക്കാം. എനിക്കറിയില്ല മനുവേട്ടാന്ന് പറയും. ഇത് കേട്ടോ മനോഹർ പറഞ്ഞു, എങ്കിൽ പിന്നെ ആ സ്ത്രീ ആയിരിക്കും ആ താരേന്ന് പറയുന്നത്, അവരിലെ ഇടയ്ക്ക് അങ്ങോട്ടും മുട്ടിനും നീ ആ മോളെന്ന് പറഞ്ഞ് വന്നോണ്ടിരുന്നേ, അങ്ങനെയാണ് നിന്റെ അച്ഛനെ സമ്മതിച്ചു വന്നിരിക്കുന്നു, നിന്റെ അച്ഛൻ നിന്നെ ഇത്രയും കാലം പറ്റിക്കുവായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സരു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനോഹർ നെഞ്ചിലേക്ക് വീണ്ടു പറഞ്ഞു, എനിക്കറിയില്ല മനുവേട്ട എന്ത് ചെയ്യണമെന്ന്. ഈ സമയം മനോഹറിന് വല്ലാത്ത ആദ്യേ, ദൈവമേ ഇനി ഇവിടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ
രാഹുൽ തരാന്ന് പറഞ്ഞ പണം കൂടെ തരത്തില്ലോ. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞെന്ന് രാഹുലൊന്നും അറിയാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. എങ്ങനെ ഇവളൊന്ന് അടക്കി നിർത്താം, എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ചിന്തിക്കുകയാണ്. ആ സമയം ഭാനുമതിയമ്മ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അവിടെ കാർത്തിക ഉണ്ടായിരുന്നു. അപ്പൊ ഭാനുമതി മുത്തശ്ശി എന്നിട്ട് പറഞ്ഞു, അയ്യോ ഒരുക്കൊണ്ടിരിക്കുന്നോളോ, അയ്യോ ഇനിയെങ്കിലും എനിക്ക് എന്റെ മരുമോളെ ഒന്ന് കാണാലോ, ഞാൻ ഒന്ന് മുഖം കാണട്ടെ എന്ന് പറയണം. അപ്പൊ മുഖം ഇങ്ങനെ പകുതി മൂടി വെച്ചേക്കുക. ഈ സമയത്ത് കാർത്തിക ഇടയ്ക്കിലേക്ക് കയറി വീണ്ടും പറഞ്ഞു, അതെ ഇപ്പൊ നോക്കാൻ പറ്റില്ല മുത്തശ്ശി എന്ന് പറഞ്ഞാൽ, അതെന്താ കല്യാണ മണ്ഡപത്തിൽ വന്നു കഴിയുമ്പോൾ കണ്ടാ മതി എന്ന് പറയണം. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞ, മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി, അതല്ലേ എന്റെ ത്രില്ല്, ഇത്ര സമയം കാത്തിരുന്നല്ലേ, ഇനി അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറയണം. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ, മോള് പറയുന്ന പോലെ തന്നെ നടക്കട്ടെ എന്ന് പറയണം. അപ്പോഴാണ് കാർത്തിക് ഒരു ശ്വാസം നേരെ വീണേ. എങ്ങാനും ഇനിയിപ്പം മുഖം മറിച്ചിരിക്കുന്ന സാരി അങ്ങ് മാറ്റി നോക്കിയായിരുന്നെങ്കിൽ പിടി വീണെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കാർത്തിക്. അപ്പൊ അതിന് ത്രില്ലല്ലോ, അവസാന നിമിഷം മണ്ഡപത്തിൽ വെച്ച് വേണ്ടേ അറിയാനായിട്ട്. അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ലെന്നറിയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. എന്തായാലും നാളെ രണ്ടുപേരാണ് മണ്ഡപത്തിലേക്ക് വരാൻ പോകുന്നത്. ഒന്ന് ദീപൻ ഒന്ന് ലക്ഷ്മിയും കൂടെ, രണ്ടുപേരും കൂടെ ഒരുങ്ങി വന്നു കഴിയുമ്പോഴത്തേനും പ്രകാശന്റെ കിളി പോകുന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.